ഹലോ എവ്രി വൺ, അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നഴ്സുമാരായിട്ടുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്യൂഷൻ ടീച്ചേഴ്സിനെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുവൈറ്റിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക രാജ്യങ്ങളിലെ ആളുകൾ പോലും അവർക്ക് സമയമില്ലാത്തതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും തങ്ങളുടെ കുട്ടികളെ LKG മുതൽ വിടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ ട്യൂഷൻ ടീച്ചേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരാറുണ്ട്. പൊതുവേ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കുവൈറ്റിൽ ട്യൂഷന് വളരെയധികം പ്രാധാന്യമാണ് സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾ കൊടുക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നഴ്സസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പല ഷിഫ്റ്റുകളാണ് വരാറുള്ളത്. ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെ പല ഷിഫ്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ പോർഷൻസ് നോക്കാനോ അവർ റെഗുലറായിട്ട് ഹോംവർക്കൊന്നും ചെയ്യിപ്പിക്കാനോ അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ പലപ്പോഴും പിതാക്കന്മാർ അത്രമാത്രം ഇതിന് റെസ്പോൺസിബിലിറ്റി എടുക്കാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും മിക്കവാറും ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ആദ്യം 1ാം ക്ലാസ് മുതൽ ട്യൂഷനെ ആശ്രയിക്കുന്നത്. കുവൈറ്റിലെ ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ സാലറിയും മറ്റു പല കാര്യങ്ങളും ഒക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്തായാലും കുവൈറ്റിലെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ ടീച്ചേഴ്സിന് വളരെ സാലറി കുറവാണ് എന്നുള്ളൊരു കാര്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിവിടെ സർവൈവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്യൂഷൻ ടീച്ചേഴ്സ് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്താണ് മിക്കവാറും തന്നെ ട്യൂഷനായിട്ട് വിടാറുള്ളത്. ഇപ്പോൾ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ കുവൈറ്റിലെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് 7:30 to 1:30 ആണ്. അപ്പോൾ ഒരു 2 o'clock അല്ലെങ്കിൽ 2:30 ഒക്കെ ആകുമ്പോഴത്തേനും മിക്കവാറും കുട്ടികൾ ആ ലൊക്കാലിറ്റിയിലുള്ള വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ എത്തിച്ചേരാറുണ്ട്. മിക്കവാറും ആളുകൾ അബ്ബാസിയിൽ നിന്നും പുറത്തേക്ക് പോകാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്യൂഷനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുവൈറ്റിൽ അല്ലെങ്കിൽ മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പബ്ലിക് ഹോളിഡേയ്സ് നല്ലതായിട്ട് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സമ്മർ വെക്കേഷൻ 3 മാസമാണ്. അപ്പോൾ തന്നെ ടീച്ചേഴ്സിന് അവരുടെ പോർഷൻ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ വളരെ കുറവാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ ട്യൂഷന് പോകുന്ന കുട്ടികൾ മെയിനായിട്ട് പോകുന്നത് അവരുടെ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഏകദേശം 20 to 25 KD ആണ്. ചില ട്യൂഷൻ ടീച്ചേഴ്സ് 30 KD വരെ എല്ലാ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പോയി തുടങ്ങുമ്പോൾ അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ട്യൂഷൻ ടീച്ചേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പേരൻസിന് പിന്നീട് അങ്ങോട്ട് ട്യൂഷൻ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി മാറുകയാണ്. അപ്പോൾ ഹയർ ക്ലാസ്സിലോട്ട് പോകും ട്യൂഷൻ ഫീസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 9th വരെ എല്ലാ സബ്ജക്റ്റിനും 30 KD അല്ലെങ്കിൽ 40 KD ഒക്കെ വാങ്ങുന്ന ടീച്ചേഴ്സ് പിന്നീട് ഓരോ സബ്ജക്റ്റിനും 25 KD അല്ലെങ്കിൽ 20 KD ഒക്കെ വാങ്ങുന്ന ഒരു നിലയിലേക്കാണ് വരുന്നത്. അപ്പം 10th, 11th, 12th ഒക്കെ ട്യൂഷൻ ഇല്ലാത്ത കുട്ടികൾ അബ്ബാസിയിൽ എന്നല്ല കുവൈറ്റിൽ ആരും തന്നെ ഇല്ല. മെയിനായിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ അങ്ങനെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം മോസ്റ്റ് ഓഫ് ദി സ്കൂൾ ടീച്ചേഴ്സ് തന്നെയാണ് ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുവൈറ്റിലെ സമ്മർ വെക്കേഷനും അങ്ങനെ പല ഹോളിഡേയ്സും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ ഇവർക്ക് സ്കൂളിലത്തെ പോർഷൻ വളരെ ഫാസ്റ്റായിട്ട് എടുത്ത് തീർക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് വരുന്ന ഈ സ്കൂൾ സ്റ്റുഡൻസിനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ട്യൂഷനെ ആശ്രയിക്കാതെ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കുവൈറ്റിലെ കാര്യങ്ങൾ കടന്നു വരുന്നത്. നമുക്കറിയാം, നാട്ടിലൊന്നും ഒരു +1 +2 സ്റ്റുഡൻസ് ഒക്കെ ഇത്രയും ട്രെൻഡ് ആയിട്ട് ട്യൂഷന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഇപ്പോൾ ഇവിടുത്തെ മാതാപിതാക്കൾ എപ്പോഴും ജോലിയുള്ളവരും അല്ലെങ്കിൽ തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ പോലും കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു നല്ല കഴിവുള്ള ടീച്ചേഴ്സാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് അവരുടെ ഫാസ്റ്റായിട്ട് പോർഷൻ തീർക്കുന്നതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഗ്രാസ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് സംശയങ്ങൾ ചോദിച്ച് അതിനുള്ള ക്ലാരിഫിക്കേഷൻ വരുത്താനൊക്കെ ഉള്ള സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ട്യൂഷൻ എന്ന ഈ വലിയ ഒരു കാര്യത്തെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ സമയമില്ലാത്തവർക്കും ട്യൂഷൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ ടൈം എന്ന് പറയുന്നത് ചില ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ രാവിലെ 4 മണി മുതൽ ട്യൂഷൻ ആരംഭിക്കുന്ന ടീച്ചേഴ്സുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഈവനിങ്ങിൽ ഫുൾ ടൈം 9:30 10 o'clock വരെ ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഈടാക്കുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് 20 KD ഒക്കെ ആകുമ്പോൾ 25 KD ഒക്കെയാണ് +1 +2 ഒക്കെ ആകുമ്പോഴത്തേനും
പക്ഷേ നമ്മൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ടീച്ചേഴ്സിനെ. കാരണം അവർ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ എഫേർട്ടും ടൈമും ഒക്കെ വളരെ വാല്യുബിളാണ്. അവർക്കും ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്യൂഷൻ ഫീസാണ് ഇവിടെ ഈടാക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടുത്തെ ഒരു ടീച്ചർ, അതായത് അവരുടെ സാലറിയുടെ 10 times ആണ് ഓരോ മാസവും അവർ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ വരികയും പല കാര്യങ്ങളെക്കുറിച്ച് റെസ്ട്രിക്ഷൻസ് വരികയും ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ നഴ്സുമാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ട്യൂഷൻ വളരെ അനുഗ്രഹമാണെങ്കിൽ പോലും കുട്ടികളുടെ ഫ്രീ ടൈം എന്ന് പറയുന്നത് 10th കഴിയുന്നതോടെ വളരെ കുറഞ്ഞു പോവുകയാണ്. 10th, 11th, 12th പ്രത്യേകിച്ചും അവർ സയൻസ് സ്ട്രീമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷന് പോവുകയും ഓരോ ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെയും ഡിമാൻഡ് അനുസരിച്ച് ക്ലാസ് ടെസ്റ്റുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വളരെ ഹെക്റ്റിക്കായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് സ്കൂളിൽ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പക്ഷേ അതൊന്നും ഉടൻ തന്നെ നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാരണമാണ്. കാര്യം ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സ് ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് പോർഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മണിക്കൂറുകൾ കൊണ്ട് തീർത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഫാസ്റ്റായിട്ട് പോകാതിരിക്കാനും പറ്റില്ല. ബോർഡ് എക്സാമൊക്കെ അടുക്കുമ്പോഴേക്കും കുട്ടികൾ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് ട്യൂഷൻ ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. ട്യൂഷൻ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു. വളരെ സിൻസിയറായിട്ട് ട്യൂക്കുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം. എൻ്റെ മക്കളും ട്യൂഷനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ കുവൈറ്റിലെ ട്യൂഷൻ മിക്കവാറും ആളുകൾക്കൊരു അനുഗ്രഹമാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൻ്റേതായിട്ടുള്ള ഒരു സമയം വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ള ആ സ്കൂളിൽ ഒരു പാറ്റേൺ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇത്രമാത്രം ട്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. 9th കഴിഞ്ഞ് 10th, 11th, 12th ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളെ വീട്ടിൽ കാണാൻ പോലും കിട്ടാറില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എല്ലാ സബ്ജക്റ്റും ട്യൂഷന് പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയൊക്കെ ആയിട്ട് ആണ് ട്യൂഷൻ സെൻറ്റർ എങ്കിൽ അവർ അവിടെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് വീട്ടിലെത്തുക എന്നുള്ളതൊക്കെ തന്നെ നമ്മൾക്ക് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വെളിയിൽ നിൽക്കുക, ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുക, അങ്ങനെയൊക്കെയുള്ള പരാതികളും പല പേരൻസും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് കുവൈറ്റിൽ കുട്ടികൾ ആശ്രയിക്കുന്ന ഈ ട്യൂഷൻ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം ഒരു അനുഗ്രഹമാണ് എങ്കിൽ പോലും പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിനെതിരഭിപ്രായമുണ്ട്. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ട്യൂഷൻ എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു മാനസിക നില എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിപ്പിക്കാൻ നമ്മൾക്ക് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഈ കുട്ടികളെല്ലാം ട്യൂഷന് പോകുന്നവരായതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ പോലും ട്യൂഷനിൽ നിന്ന് പഠിച്ചുകൊള്ളും എന്നുള്ള ഒരു ചെറിയ ഒരു അലസത മനോഭാവം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം കേൾവിക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സമയമില്ലാത്തവർക്കും പഠിപ്പിക്കാൻ അറിയില്ലാത്തവർക്കും ട്യൂഷൻ എപ്പോഴും ഒരു അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും, എല്ലാ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും കേൾവിക്കാർക്ക് വിട്ടു തന്നിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.